അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നും കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. തിരുവനന്തപുരം, അഞ്ചുതെങ്ങ്, മാമ്പള്ളി, പാപനാശം, മാമ്പറ തീരപ്രദേശങ്ങളിലാണ് 4 കണ്ടെയ്നറുകൾ എത്തിയത്. 2 എണ്ണം തകർന്ന നിലയിലാണ്. പാപനാശത്ത് വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത്. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾക്ക് അടുത്തേക്ക് ആളുകൾ പോകുന്നത് തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നുമില്ല. കണ്ടെയ്നറിലെ ചാക്ക് പൊട്ടി വെളുത്ത പൊടി പാപനാശത്ത് പരന്നതോടെ വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകളിൽ പലതും തീരത്തടിഞ്ഞുവെങ്കിലും സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം പുരോഗമിക്കുന്നേയുള്ളൂ. കപ്പലിൽ ഉപയോഗിച്ചിരുന്ന ഫർണസ് ഓയിൽ, എണ്ണ, ഡീസൽ, കണ്ടെയ്നറുകൾക്കുള്ളിലെ കാൽസ്യം കാർബൈഡ് അങ്ങനെ കടലിനെ മലിനമാക്കുന്നതും ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ രാസവസ്തുക്കളാണ് കപ്പലിനും കണ്ടെയ്നറുകൾക്കുമൊപ്പം കടലിലുള്ളത്. എത്രയാണ് എണ്ണച്ചോർച്ചയുടെ വ്യാപ്തി എന്ന് വ്യക്തമാകാൻ ഏതാനും ദിവസങ്ങൾ കൂടി വേണ്ടിവരും. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വർക്കല മേഖലയിൽ പാപനാശം തീരത്തടക്കം വലിയ തരത്തിലാണ് കണ്ടെയ്നറുകളുടെ ഉണ്ട്. എന്താണ് ഇപ്പോഴും അവിടുത്തെ സാഹചര്യം? അവിടെ ആളുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ആളുകൾ അവിടേക്ക് ബന്ധപ്പെടുന്നുണ്ടോ? സജിത്ത്, ഇന്ന് രാവിലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ കണ്ടെയ്നർ വർക്കല തീരത്ത് വ്യാപകമായി അഴിഞ്ഞത്. 4ഓളം കണ്ടെയ്നറുകളാണ് അഴിഞ്ഞത്. അതിൽ 2 എണ്ണം അഞ്ചുതെങ്ങ്, മാമ്പള്ളി ഭാഗത്തും 2 എണ്ണം വർക്കല, പാപനാശം, മാന്തറ ഭാഗത്തുമാണ് അഴിഞ്ഞത്. ഇത് രാവിലെ ബലിതർപ്പണത്തിലെത്തിയ ആൾക്കാർ പലരും ഈ കണ്ടെയ്നറിന് സമീപം പോവുകയും ഈ കണ്ടെയ്നറിൽ നിന്നും പുറത്തേക്ക് പരന്ന രാസമാലിന്യത്തിൽ ചവിട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായി. ഈ സമയം തന്നെ സുരക്ഷാ ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല, പോലീസും ഉണ്ടായിരുന്നില്ല. എന്നാൽ 7 മണിയോടുകൂടി പോലീസ് എത്തി ഈ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റുകയും ഈ കടലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നർ കെട്ടിവലിച്ച്, നാട്ടുകാരുടെ സഹായത്തോട് തന്നെ കെട്ടിവലിച്ച് കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കടലിന്റെ ഈ തീരത്തെ വിവിധ ഭാഗങ്ങളിലായി കണ്ടെയ്നറിൽ നിന്ന് ചിതറി പോയ ഈ അവശിഷ്ടങ്ങൾ, ചാക്കുകെട്ടുകൾ ഉൾപ്പെടെ, പെട്ടികൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ പോലീസ് ശേഖരിച്ച് ഒരു ഭാഗത്ത് എത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കണ്ടെയ്നർ സുരക്ഷിതമായി തീരത്ത് അടുപ്പിച്ചിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഈ വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ കണ്ടെയ്നറുകൾക്കടുത്തേക്ക് ആളുകൾ പോകരുത് എന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും അവരെ നിയന്ത്രിക്കാൻ, അവിടെ എത്തിയ ആളുകളെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. കൊച്ചി തീരത്ത് മറിഞ്ഞ MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരളത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിലേക്ക് വന്നടിയുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പാപനാശത്ത് ഭാഗികമായി തകർന്ന ഒരു കണ്ടെയ്നർ നമ്മളെ മുന്നിൽ ഇപ്പോൾ തകർന്നിരിക്കുന്നതായി കാണുന്നുണ്ട്. അതിൽ നിന്നുള്ള രാസവസ്തുക്കൾ അടങ്ങിയ ചാക്കുകെട്ടുകൾ പാതി തകർന്ന നിലയിൽ തീരദേശത്തെ മണലിൽ പടർന്നു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പാപനാശം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബലിതർപ്പണത്തിനേറെ പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ്. നിലവിൽ ഇവിടെ ഭക്തർ ഇവിടെ ബലിതർപ്പണത്തിനായി എത്തിയിട്ടുണ്ട്. നിലവിൽ നഗരസഭ നൽകുന്ന നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ കടൽ വെള്ളം ഉപയോഗിച്ച് ബലിതർപ്പണത്തിനുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ് നഗരസഭ നൽകുന്ന നിർദ്ദേശം. കാരണം അത് ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നലെയും അവിടെ കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും നമ്മൾ ഈ കാണപ്പെടുന്ന സാധനങ്ങൾ കണ്ടുകിട്ടിയില്ല. പക്ഷെ ഇന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സാധനം, ഇത് കാൽഷ്യം കാർബൈഡ് ആണെന്നാണ് എന്റെ ബലമായ സംശയം. കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനറലാണ്. അത് എന്തിനുപയോഗിക്കുന്നത് പറഞ്ഞാൽ ടയർ മാനുഫാക്ചറിങ്, ടയർ ഉണ്ടാക്കുന്നതിനും സ്റ്റീൽ ഉണ്ടാക്കുന്നതിനും ഉണ്ടാക്കുന്ന ഒരു ചീഫ് മെറ്റീരിയൽ ഇതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ടൺ കണക്കിന് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുന്നത്. ഇതേ കാൽഷ്യം കാർബൈഡാണ് നമ്മുടെ പഴങ്ങൾ പെട്ടെന്ന് പഴുക്കാൻ, മാമ്പഴം എല്ലാം പെട്ടെന്ന് പഴുക്കാൻ കല്ല് വെക്കുക എന്ന് പറയും. അത് ഇതേ കാൽഷ്യം കാർബൈഡാണ്. ഈ കാൽഷ്യം കാർബൈഡ് വെച്ച് മാങ്ങ കഴിച്ചാൽ പലർക്കും ക്യാൻസർ, അതേപോലുള്ള ഉദര രോഗങ്ങൾ, ലിവർ സിറോസിസ് മുതലായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇന്ത്യയിലെ കാൽഷ്യം കാർബൈഡ് പഴങ്ങളിൽ യൂസ് ചെയ്യുന്നത് ബാൻ ചെയ്തിരിക്കും. അഞ്ചുതെങ്ങ് പ്രദേശത്ത് കണ്ടതുപോലെ തന്നെയുള്ള അതാണ് സാഹചര്യം. എന്തായാലും അഞ്ചുതെങ്ങ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം അതാണ്.